ഏതായാലും ഈ നമ്മൾ ശരിക്കും ചർച്ച ചെയ്യാൻ പോകുന്ന ഇത്ര ദൂരെ ഇരുന്നിട്ട് പോലും നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് പരസ്പരം അറിയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കുടുംബജീവിതത്തിലായാലും മറ്റ് ഇതിലുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതാണ് ഇന്ന് നമ്മുടെ കാതലായ വിഷയം. അടുത്തത് നമ്മൾ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് എന്ന് പറയുന്ന കുടുംബം തന്നെ. കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമാണ്. കാരണം അത് കഴിഞ്ഞാണല്ലോ പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുള്ള രൂപാന്തരത്തിന്റെ തുടക്കം. അപ്പൊ അവിടെ ഉള്ള ഒരുപാട് അസ്വസ്ഥതകള് ചെറിയ കുട്ടികളെ പോലും, കാരണം ഈ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥങ്ങൾ പിറക്കുന്ന കുട്ടികളുടെ മാനസിക രോഗത്തെ പോലും അത് മാനസിക ആരോഗ്യത്തെ പോലും അത് സ്വാധീനിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ വലുതായിട്ട് മാറാം, തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. നീ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഈ മനസ്സിലുണ്ടായിട്ടും എക്സ്പ്രസ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ, അതായത് ഭാര്യയും ഭർത്താവും പൊതുവെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പലപ്പോഴും പറയുമെങ്കിലും ഇത്ര എന്നെ ഇഷ്ടമായിട്ട് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയില്ല, എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല. അല്ല, ഇഷ്ടമാണ് തന്നെ പറയുന്നവർ എത്ര പേരുണ്ടെന്നുള്ളതാണ്. ഇഷ്ടമായിരിക്കാം, മനസ്സിൽ ഇഷ്ടമുണ്ടാവും, പക്ഷെ ഇഷ്ടമാണ്, നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന എത്ര ഭർത്താക്കന്മാരും എത്ര ഭാര്യമാരും ഉണ്ടാവും നമുക്ക്. അത് നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാലോ. അത് തന്നെ എക്സ്പ്രസ് ചെയ്യാറില്ല. മനസ്സിലുണ്ടാവില്ല പറയുന്നത്. അതൊരു വലിയ കാര്യമാണ്. പലപ്പോഴും ഈ പണ്ട് കാലത്തൊക്കെ പ്രത്യേകിച്ച് ഈ അച്ഛനൊക്കെ ആവുമ്പോഴും പിതാക്കൾ ആവുമ്പോഴും കുട്ടികളെ എന്താ പറയാ അച്ചടക്കത്തോടെ പഠിപ്പിക്കാൻ വേണ്ടി എന്തോ അറിയില്ല, അച്ഛൻ എപ്പോഴും ഒരു ഗൗരവം എടുത്തണിയും. എല്ലാ അച്ഛന്മാർക്കും മക്കളോട് സ്നേഹം ഉണ്ടാവും, പക്ഷെ അവര് ആ സ്നേഹം പുറത്ത് കാണിക്കാതെ വളർത്തും. അതിപ്പോ പലരും നമ്മളൊക്കെ അനുഭവത്തിൽ പലപ്പോഴും അതങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത് പക്ഷെ ഈ പ്രകടിപ്പിക്കാത്ത സ്നേഹം പലപ്പോഴും അത് നമ്മള് തിരിച്ചറിയാൻ വൈകിപ്പോവും എന്നുള്ളതാണ് ലൈഫിലുള്ളത്. അതെ അതെ, സ്നേഹം മനസ്സിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്നേഹം പ്രകടിപ്പിക്കുക വേണം. മേ ബി വാക്കുകളിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആക്ഷനിൽ വരണം സ്നേഹം, അല്ലെ? മുഖത്തെ എക്സ്പ്രഷനിൽ വരണം. ഇമോഷൻസ് എങ്ങനെയെങ്കിലും വിധത്തിൽ കുട്ടികളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും, അച്ഛൻ എന്ന് പറയുമ്പോ കുട്ടികളോടാണെങ്കിലും ഇഷ്ടമാണ്. അവരെ വെറും ഡിസിപ്ലിനേറിയൻ അല്ല അച്ഛൻ വെറുതെ അവരെ പരിപാലിക്കാനുള്ള ഒരാള് മാത്രമല്ല, അവരെ സ്നേഹിക്കുന്ന ആളും കൂടിയാണ് എന്നുള്ളത് കുട്ടികൾക്ക് പലപ്പോഴും മനസ്സിലാവില്ല. എനിക്കൊരു നെയ്ബർ ഉണ്ടായിരുന്നു, ചെറിയൊരു കാര്യം പറയാം. കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. കുട്ടികൾ എന്തെങ്കിലും ആൺകുട്ടികൾ കുറെ നല്ല വികൃതി കുട്ടികളായിരുന്നു. അപ്പൊ അമ്മ ഒന്നും പറയില്ല കുട്ടികളെ സകല വികൃതിയും കളിച്ചുകൊണ്ട് കുറെ അധികമായി കഴിയുമ്പോ പറയും, അപ്പച്ചൻ വരട്ടെ, ഞാൻ പറയുന്നുണ്ട്, അത് മതി. അപ്പച്ചന്റെ കാറിന്റെ ശബ്ദം കേട്ടാൽ കുട്ടികളെ ഒന്നും കണ്ടില്ല, ആൺകുട്ടികളെല്ലാം പോയി ഒളിച്ചു. അവർക്ക് അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ പേടി മാത്രമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞിരുന്നതും പണ്ട്. അച്ഛൻ വന്ന് എല്ലാരെയും ശിക്ഷിക്കും. അങ്ങനെ അച്ഛൻ എന്ന് പറയുന്നത് ശിക്ഷിക്കാൻ വരുന്ന ഒരു ശിക്ഷയുടെ ഒരു പ്രതിരൂപമായിട്ടൊക്കെ പലപ്പോഴും അങ്ങനെ ഉണ്ട്. പല കുടുംബത്തിലും പലപ്പോഴും ഇപ്പോഴും പോലും മാറാത്ത ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നേരത്തെ ഞാനിങ്ങനെ പല ആളുകളോടും ഈ ആശയവിനിമയത്തിന്റെ അനുഭവങ്ങൾ ചോദിച്ചപ്പോഴും നമ്മുടെ മദ്രാസിലെ വളരെ പ്രസിദ്ധമായ ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീമതി ശ്യാമള ജയപ്രകാശ്, ശ്യാമള ചേച്ചി ചില അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ അവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പങ്കുവെക്കുണ്ടായി. ശ്യാമള ചേച്ചിയുടെ പിക്ചർ ഞാൻ ഇവിടെ അറിയാത്തവർക്കായിട്ട് കാണിക്കാം. അപ്പോ ശ്യാമള ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെയും അച്ഛൻ വളരെ ഗൗരവത്തോടെയായിരുന്നു. അങ്ങനെ എന്താ പറയാ, വളരെ പേടിയോടെ ഭക്തി ബഹുമാനങ്ങളോടെയാണ് അച്ഛനെ കണ്ടിരുന്നത്. പക്ഷെ അച്ഛനോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. കാരണം സ്നേഹം വേറെയാണ്, പേടി വേറെയാണ്. അപ്പൊ അതുകൊണ്ട് പേടി ഉണ്ടാകുമ്പോഴും പലപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പേടിയുള്ള സമയത്ത് അവിടെ ആ ഒരു സ്ഥലത്ത് കമ്മ്യൂണിക്കേഷൻ തകരാറിലാവും എന്നുള്ളത് വളരെ എവിഡന്റ് ആണല്ലോ. പക്ഷെ ശ്യാമള ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ, അത് കഴിഞ്ഞ് അവര് വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഞാൻ എത്രയധികം ഫ്രണ്ട്ലി ആയിട്ടും ഫ്രീ ആയിട്ടും ഭർത്താവിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളിലും, മക്കളോടായാലും കൊച്ചുമക്കളോടായാലും അവരുടെ കൂടെ കളിക്കുക, അവരുടെ ഫ്രണ്ട് ആവുക. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം അവര് പറഞ്ഞത്, അവര് പറയാതെ അവരുടെ മനസ്സിൽ എന്തെന്നുള്ളത് ചോദിക്കാതെ ഞാൻ അവരോട് ഇടപഴകി അറിയാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ പോയിട്ട് കിടന്നുറങ്ങാൻ ചെറിയ കുട്ടികൾ. അപ്പൊ അവരെന്താണ് ആഗ്രഹിക്കുന്നത്, കൊച്ചുകുട്ടികൾ പറയാതെ തന്നെ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്
മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് എനിക്ക് വളരെ ആ ഒരു വാക്ക് വളരെ പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി. അവരോട് ചോദിക്കാതെ തന്നെ അവരുടെ മനസ്സിൽ എന്താണ് എന്ന് അറിയാൻ ശ്രമിച്ചു. അല്ലെ, ഇന്നല്ലെങ്കിലും കുട്ടികളെ ഐ തിങ്ക് ഒരുപാട് പേരൻസ് മക്കളെയൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അത് നല്ലതാണെന്നും അഭിപ്രായമുണ്ട്, നല്ലതല്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണെങ്കിലും പക്ഷെ ഇന്നത്തെ ട്രെൻഡ് അങ്ങനെയാണ്. കുട്ടികളെ ഫ്രണ്ട്സ് ആയിട്ട് കാണുക, കുട്ടികളെ ഫ്രണ്ട്സിനെ മാതിരി വളർത്തുക, എല്ലാത്തിലും അവരെ ഉൾക്കൊള്ളിക്കുക, വീട്ടിലത്തെ കാര്യങ്ങളിലെല്ലാം അവരുമായിട്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വീട്ടിലത്തെ എല്ലാ സത്യാവസ്ഥകളും അവരറിയണം എന്നാണ് ഇന്നത്തെ അച്ഛനമ്മമാര് ഉദ്ദേശിക്കുന്നത്. വളർത്തുന്നത്. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ കാര്യത്തിനും ഒരു അളവ്, ഒരു കൃത്യമായ ഒരു അളവുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളോട് പെരുമാറുമ്പോഴും അത് ഫ്രണ്ട്ലി ആവുക എന്ന് പറയുമ്പോഴും അവിടെ അച്ഛനും മക്കളും തമ്മിൽ ഒരു വ്യത്യാസം വേണം, അല്ലെ? അതെ, എടാ പോടാന്ന് വിളിക്കുന്ന അതെ അതെ അതെ. സ്നേഹത്തിൽ കലർന്നുകൊണ്ട് ആ മിതമായ രീതിയിലുള്ള ഒരു സൗഹൃദം എന്നും പറയാം, നമുക്കത് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നല്ലത്.